ഒരു സ്ലീപ്പിൽ 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്താലാണ് കംപ്ലീറ്റ് സ്ലീപ്പ് എന്ന് പറയാൻ പറ്റുന്നത് തിയററ്റിക്കലി. ശരി. ലൈറ്റ് സ്ലീപ്പ്, മീഡിയം സ്ലീപ്പ്, ഡീപ് സ്ലീപ്പ്, REM സ്ലീപ്പ്. REM റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. അത് കണ്ണിങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ ചിലർ കണ്ണിങ്ങനെ അനങ്ങുന്ന കാണത്തില്ലേ, അത് സ്ലീപ്പിന്റെ എൻഡ് ഫേസ് ആണ്, ഒരു സൈക്കിളിന്റെ എൻഡ് ഫേസ് ആണ്. ആ സമയത്ത് നമ്മൾ സ്വപ്നം കാണുന്നത്. അവരെ സ്വപ്നം കാണുവാണ്. അല്ല, ഡീപ്പസ്റ്റ് സ്ലീപ്പ് കഴിഞ്ഞിട്ടാണ് REM സ്ലീപ്പ് വരുന്നത്. REM സ്ലീപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈക്കിൾ, അപ്പൊ പിന്നെ ലൈറ്റ് സ്ലീപ്പിലേക്ക് പോകും. അപ്പൊ മിക്കവാറും ആൾക്കാർ ശ്രദ്ധിച്ചാണ് സ്വപ്നം കണ്ടാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കും, പിന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഒരു 4 സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം അത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് 4 സ്വപ്നങ്ങൾ ഒരു നൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു തിയററ്റിക്കലി നമുക്ക് അത് പ്രൂവ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. സ്മൂത്ത് ആയിട്ടുള്ള ഡ്രീംസ്, സ്മൂത്ത് ഡ്രീംസ്. നൈറ്റ്മേഴ്സ് അല്ല. നൈറ്റ്മേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെവി സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. അതൊരിക്കലും ഫ്യൂച്ചർ പ്രഡിക്ഷനോ ഒന്നുമല്ല. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ അതാണ് നമ്മൾ ഡ്രീംസ് ആയിട്ട് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? So where does the sleep paralysis come?